വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സൽവാർ വാങ്ങി. അപ്പോൾ ആ സൽവാർ വാങ്ങിച്ചിട്ട് എന്തായാലും ആ സൽവാർ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇടണമല്ലോ. അപ്പോൾ അതിന് കണ്ടപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ടേസ്റ്റ് ഒന്നും അല്ല. അപ്പോൾ അതിന് എൻ്റെ ഒരു ടേസ്റ്റിലോട്ട് ആക്കി എടുക്കണം, അതായത് ഒരു ഇൻഡോ വെസ്റ്റേൺ രീതിയിലോട്ട് ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ കുറച്ച് ഓൾട്ടറേഷനൊക്കെ വേണ്ടി വന്നു. അതൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെയാണ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലും ഒരു മേക്കപ്പും ഒക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാനൊരു പ്രൊഫഷണലൊന്നും അല്ല മേക്കപ്പിൽ, എൻ്റേതായ രീതിയിൽ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഫുൾ വീഡിയോ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ അത് ഭയങ്കര ലെങ്ത് ആയിപ്പോയി, ഒട്ടും തന്നെ അങ്ങ് ചുരുക്കാൻ പറ്റണില്ല. 2-2.5 മണിക്കൂറോളം വീഡിയോ ആയിപ്പോയി. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും സമയം ആക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വോയിസ് ഓവർ കൊടുത്തേ മതിയാവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടതുപോലെ ഞാൻ സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ടുണ്ട്. ടോണർ, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഐബ്രോ നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐ മേക്കപ്പാണ് കുറച്ച് 2-3 ഷെയ്ഡൊക്കെ മിക്സ് ചെയ്ത് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഒരു എൻ്റെ സ്കിൻ ടോണിൻ്റെ ആ ഒരു ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ലൈറ്റ് ബ്രൗൺ എടുത്ത് കൊടുത്തു. അതിനുശേഷം സെൻറ്ററിലായിട്ട് ഒരു കോപ്പർ ഷെയ്ഡ് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബ്ലാക്ക് കാജൽ വെച്ച് നന്നായിട്ട് വരച്ചിട്ട് പിന്നെ അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് വീണ്ടും ഒരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ആ കോർണറിൽ, ഔട്ടർ കോർണറിൽ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണിന് താഴെ ഒരു ലൈറ്റ് റെഡ് ടിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് താഴെ മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക് ഇടുന്ന അതേ സെയിം ഷെയ്ഡ് വെച്ച് തന്നെ ഞാൻ ബ്ലഷ് ആയിട്ടെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഹൈലൈറ്റർ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഹൈലൈറ്റർ വന്നിട്ട് നമ്മുടെ ഹൈ എൻഡ് പോർഷനിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഫുള്ള് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. എന്നാലും പറ്റുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ആ ഒരു ചെറിയ വിരലെടുത്തിട്ട് ആ ഐബ്രോയുടെ ആ ഒരു ഹൈ എൻഡ് പോർഷനില്ലേ ആ ഭാഗത്തൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഇനി ഹെയർ സ്റ്റൈലിലൂടെ വോയിസ് ഓവർ എടുത്തിട്ട് ബാക്കി ഞാൻ സംസാരിക്കുന്നത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈലാണെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ കേൾസ് ഇടണം. 2-3 സെലിബ്രിറ്റീസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലെ ആ സെക്ഷൻ ഹെയറൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുകളിലത്തെ ആ ഹെയർ ബാക്ക് കോംബ് ചെയ്തിട്ട് ഒരു ലോ പോണിറ്റൈൽ കെട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആ സെക്ഷൻ എടുത്ത് വെച്ച ഹെയറിനെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞു പോണിറ്റൈൽ കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റ് ആയിട്ടുള്ള ബാൻഡ് വെച്ച് തന്നെ കെട്ടണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം അങ്ങനെ അകത്തൂടെ വിരലിട്ടിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് താഴത്തെ ഹെയറിനെ മുകളിലോട്ട് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യണം. ഇത്ര തന്നെയുള്ള ഹെയർ സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡബിൾ എക്സൽ എങ്ങാണ്ടായിരുന്നു. എൻ്റെ സൈസിന് ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടത്തേ ഇല്ല. ഇത് ശരിക്കും 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തത്. അതിങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടണം. അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഡ്രസ്സ്. പിന്നെ ഉള്ളിൽ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ജീൻസും ഈ ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ടോപ്പുമാണ്. ഇത് ഇവിടെ ഒരു ചെറിയ എംബ്രോയിഡറി ഒക്കെ ഉണ്ട് കേട്ടോ, റെഡ്. പക്ഷെ ഇത് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നില്ലേ, അവിടുത്തെ ലൈറ്റിൽ അത് ബ്ലാക്ക് ആയിട്ട് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിട്ട് വരുമ്പോൾ റെഡിയാകുമെന്ന് തോന്നുന്നു. ഇപ്പൊ ഇടുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നമ്മളിത് ഇങ്ങനെ നിൽക്കും. ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി വെച്ചാൽ അകത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സും കാണാം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. പിന്നെ നല്ലൊരു ഫുഡ് വെയർ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ ഇതിനോട് മാച്ച് ആയിട്ട് പോകുന്നുണ്ട്. നമുക്കിതെല്ലാം സ്റ്റൈൽ ചെയ്തിട്ട് നോക്കാം വേറെ ഇടണമെന്നുള്ളത്. അപ്പോൾ ഫുഡ് വെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്ലാക്കും ഉണ്ട്, പിന്നെ വേറെ ഒന്നുണ്ട്. അത് ഇട്ടിട്ട് നോക്കട്ടെ. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് ഇങ്ങനെ വയ്ക്കാം. അകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചാൽ കുറച്ച് സെക്യൂർ ആയിട്ടിരിക്കും. എപ്പോഴും ഇങ്ങനെ പിടിച്ചിരിക്കും, ഇടണ്ട. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വള്ളിനെ ഇങ്ങനെ എടുത്ത് ഇതിനകത്തൂടെ ഇങ്ങനെ ഇടാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ എടുത്ത് ഇടണം. ഇതിൻ്റെ കൂടെ നമുക്ക് ക്ലച്ച് വെയർ ചെയ്യാം. ക്ലച്ചും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള തന്നെ കളർ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. റെഡ് അല്ല, ഇത് ശരിക്കും ഓറഞ്ച് ആണ്. എന്നാലും ഒരു റെഡിൻ്റെ ഉള്ളതുകൊണ്ട് ഇതിനോട് ചേരും. പിന്നെ ഗോൾഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിത് വെയർ ചെയ്യാം. ഇതിനെ നമുക്കിനി റാപ്പ് ചെയ്ത് സൈഡിലോട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇതിനെ ഇങ്ങനെ ആക്കി ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ റാപ്പ് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിനോട് ഈ ഒരു നെക്ക് പീസ് ചേരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കട്ടെ കണ്ണാടിയിൽ. മാല ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ മാച്ച് ആണുള്ളതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത് ഫുഡ് വെയർ ഞാൻ ഈ ഒരു ഫുഡ് വെയർ ഇടാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ലുക്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക്
ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഓരോ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സും മാച്ചൊക്കെ ചെയ്ത് നോക്കി ഓരോ ലുക്ക് ക്രിയേറ്റ് ചെയ്യണത്. അപ്പം ഇത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഷേപ്പ് എല്ലാം നമ്മളെ കംഫർട്ട് അനുസരിച്ച് ഇടുക ഏതാണെന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ ഇതിൻ്റെ മാല ഒന്ന് ഊരിയിട്ട് വേറൊരു മാല ഇട്ട് നോക്കട്ടെ. ഈ ഒരു ലുക്കും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മാല ഇട്ട് നോക്കാം. അടുത്ത് ഞാൻ ഈ ഒരു മാല വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വെച്ചപ്പോൾ എനിക്ക് എത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, ഇത്ര മാച്ചായിട്ട് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഇയറിങ്സ് വേറെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മാല കണ്ടോ, ഈ ഒരു ഔട്ട്ഫിറ്റിനോട് അത്ര അങ്ങോട്ട് പോകണതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കളർ ഇതിന് മാച്ച് ആവുന്നുണ്ട്, ഈ ഗോൾഡൊക്കെ വരണുണ്ട്. പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കമ്മൽ നമുക്ക് വേറെ ഇട്ട് നോക്കാം. ഈ കമ്മലാണ്, ഈ കമ്മലിട്ട് നോക്കാം. ഈ കമ്മലിട്ടപ്പോൾ പക്ഷെ കമ്മലിടാന്നുണ്ടെങ്കിൽ ആ ഹെവി ആയിട്ടുള്ള മാല മാറ്റിയിട്ട് ഇടാം. കമ്മലിടുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ മുടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒത്തിരി കിടക്കാന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ കമ്മലിടുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇടാം, പക്ഷെ ബ്രേസിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് എന്താ മുടി ഫ്രണ്ടിലോട്ടൊന്ന് കമ്മൽ വന്ന് കവർ ചെയ്യാത്ത രീതിയിൽ ഇടാം. അപ്പോൾ നമുക്ക് കമ്മൽ കാണാൻ പറ്റും. ആ ഒരു ലുക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാം. ഈ പേഴ്സ്, ഈ ഒരു ഷേപ്പ്, ഈ ഒരു കമ്മൽ, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിങ്സ് കൂടെ പെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻസിൽ എന്തായാലും പറയണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതൊരു ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.